എന്റെ ദൈവമേ, ഇവിടെ എന്തുമാത്രം ഉയരമുള്ള മലകളാ ഉള്ളത്. ഏതായാലും ഇപ്പൊ ഞാനൊരു അല്പം ഉരുളക്കിഴങ്ങ് കഴിച്ചോട്ടെ. ഈ അത്ഭുത കാഴ്ചയെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അത്ഭുത കാശ് എന്ന് പറയുമ്പോഴാണ് ഓർത്തത്, നമ്മൾ കീക്കോയെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, എനിക്കിപ്പോ തോന്നുന്നത് കീക്കോയും നമ്മൾക്കൊപ്പം ഈ ട്രെയിനിൽ തന്നെ വന്നിരുന്നെങ്കിൽ നന്നായേനെ. ഇത്രയും ഉയരം കൂടിയ മലകളിൽ കയറി വരണം എന്നൊക്കെ പറഞ്ഞ റിസ്ക് ആയ കാര്യല്ലേ. കൊച്ചുകുട്ടികൾ ട്രെയിനിന്റെ വേഗത്തിൽ ഓടി ജയിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ട്രെയിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു പോയിന്റാ പറഞ്ഞത്. നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സർ. അയ്യോ ഡിറ്റക്റ്റീവ് ചട്പട്ടെ, എന്തുവാണോ താൻ അവിടെ കിടന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മനസ്സിലാവുന്ന വിധത്തിൽ സിമ്പിൾ ആയിട്ട് പറ. ചട്പട്ട് സർ, ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഈ ട്രെയിൻ ചെന്നെത്തുന്നതിന് മുമ്പ് മലയുടെ കൊടിമുടിയിൽ ചെന്നെത്തുന്ന പറയുന്നത്. അങ്ങോട്ട് നോക്ക് കീക്കോ. അതെനിക്കറിയില്ല. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവനെ കൊണ്ട് മേലെ എത്താൻ പറ്റില്ല. കണ്ടില്ലേ, നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് കീക്കോയിനെ കൊണ്ട് എത്താൻ പറ്റിയില്ല. നിന്റെ കോൺസെൻട്രേഷൻ എവിടെയാ? നമ്മുടെ ഹീറോ അവിടെയോട്ട് നോക്ക്. കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കും. ഞങ്ങളുടെ ടോണി ബോസ് ഒരു കോമഡി പീസാണ്. കലക്കി കേക്കോ, ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് നീ ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അടുത്തതായി ഞാനും നിന്നെ പോലെ മൗണ്ടൻ ക്ലൈംബിംഗ് ചെയ്യും. വേണ്ട ഡോഡോ, അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് മല കയറാൻ നല്ല ട്രെയിനിങ് ഉണ്ട്. മൗണ്ടൻ ക്ലൈംബ് ചെയ്യുമ്പോ സേഫ്റ്റിക്ക് വേണ്ടി ഇത് ഞാൻ സ്വയം കയറുകൊണ്ട് കെട്ടിയതാ. ആരും ട്രെയിനിങ് ഇല്ലാതെ എക്സ്പെർട്ടിന്റെ അഡ്വൈസും ഇല്ലാതെ ഇതുപോലെ അപകടം പിടിച്ച കാര്യങ്ങൾ ചെയ്യരുത്. കീക്കോ ഇപ്പൊ പറഞ്ഞ കാര്യത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ പെർഫെക്റ്റ്. അയ്യോ, പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവാത്തത്. അതായത് നമ്മളെല്ലാവരും ഈ ഹിൽ സ്റ്റേഷനിൽ എന്തിനാ വന്നിരിക്കുന്നത്? ടിംപോണ്ണ, അവിടെ ഒരു പഴയ കൊട്ടാരമുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും പഴയ ഒരു ശില്പവുമുണ്ട്. ശില്പം ആന്റിക് ആയതുകൊണ്ട് വളരെ കോസ്റ്റ്ലിയുമാണ്. ആ ശില്പം ആരോ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചട്പട്ടങ്കിളിന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ സ്റ്റാച്ചു കാണാൻ ഇവിടെ എന്തുമാത്രം കൂട്ടമാ നിക്കുന്നെ. ഈ ഗ്യാപ്പില് ഞാനൊരു ഹോട്ട് ഡോഗ് കഴിച്ചോട്ടെ. കൊല്ലൻ ശില്പം അടിച്ചു മാറ്റുകയാണ്. ശില്പം അടിച്ചു മാറ്റുന്നോ? പക്ഷേ അതിന് സെക്യൂരിറ്റിക്ക് വേണ്ടി അകത്ത് ഒരുപാട് ഗാർഡ്സ് നിപ്പുണ്ടല്ലോ. അതുമാത്രമല്ല, ഈ കൊട്ടാരത്തിന്റെ 4 ഭാഗത്തും കൊക്കയാണ്. ഇവിടെ വന്നു പോകാൻ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ.
അകത്ത് വന്ന ആ കള്ളനെ അകത്തുള്ള ഗാർഡ്സിന് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്താ അങ്ങനെ അടിച്ചു മാറ്റിയത്? R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സിഗ്നൽ അകത്തുനിന്നാണ് വരുന്നത്. ഒരു മിനിറ്റ് ഗാർഡ് അങ്കിൾസ്, ദേ നോക്കൂ, നിങ്ങൾ ഈ ശില്പം അടിച്ചു മാറ്റി വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഞാൻ അപേക്ഷിക്കുകയാണ്, പ്ലീസ് ആ ശില്പം അവിടെ തന്നെ തിരിച്ചു വെച്ചേക്ക്. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തേക്കാം. നിനക്ക് വേണ്ടി ഞാൻ ആ ശില്പം വിട്ടു തരുന്നു. ആ! അവൻ ആ സ്റ്റാച്യുവിനെ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. മമ്മി, ഇപ്പോഴാ സ്റ്റാച്യു തകർന്ന് തരിപ്പണമായി കാണും. അക്കടെ പക്കടെ ബോംബെ ബോ, കൊള്ളയടിച്ചിട്ട് ഞങ്ങളങ്ങ് പോകും. ഗോ ഗോ ഗോ. അത് ടൈം ബോംബ്സ് ആണ്. ഒരുപക്ഷെ അത് പൊട്ടിത്തെറിച്ച ഈ കൊട്ടാരം മുഴുവനും തകർന്നു വീഴും. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഈ പാലസിന്റെ റൂഫിൽ ബോംബ് ഫിക്സ് ചെയ്തിരിക്കുക. അപ്ലൈ ഫോർമുല നമ്പർ 245. ഓക്കെ കീക്കോ, അപ്ലൈയിങ് ഫോർമുല 245. സൂപ്പർ സ്പീഡോ, നീ ബോംബ്സിന്റെ കാര്യം നോക്കിക്കോ. അപ്പോഴേക്കും ഞാൻ ചെന്ന് അവനെ പിടിച്ചേക്കാം. ഇപ്പോൾ എല്ലാ ബോംബുകളും എന്റെ വാക്യൂം ക്ലീനറിനകത്തായി കഴിഞ്ഞു. എന്റെ ദൈവമേ, അത് കണ്ടോ? അവസാനമായിട്ടുള്ള ബോംബ് ദാ അവിടെയുണ്ട്. ഞാനൊരു പക്ഷേ ഓവറായിട്ട് ബോംബുകൾ തിന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ഡയറ്റിംഗ് ചെയ്തേ പറ്റൂ. കീക്കോ, നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഡീൽ ചെയ്യാം. വേണ്ട സൂപ്പർ സ്പീഡോ, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. നീ ചെന്ന് സ്റ്റാച്യുവിനെ വീണ്ടെടുക്ക. ഓക്കെ കീക്കോ, ഞാൻ ആ സ്റ്റാച്യു ബാഗ് എടുത്ത് മേളിലേക്ക് പോയേക്കാം. പ്ലാൻ ബി. ഓക്കെ പക്കർ, പ്ലാൻ ബി ഇൻ ആക്ഷൻ നൗ. സൂപ്പർ സ്പീഡോ, സ്റ്റാച്യു വിട്ടിട്ട് ആദ്യം ജനങ്ങളെ രക്ഷിക്കുക. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 678. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 678.
കീക്കോയുടെ ബ്രില്യൻസിന് മുൻപിൽ എത്ര വലിയ വില്ലനായാലും തീർച്ചയായും തോറ്റുപോകും. ഇത് കണ്ടോ കീക്കോ, ഞാൻ എല്ലാവരെയും രക്ഷിച്ചു. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ചിട്ട് ഞങ്ങളങ്ങ് പോകും. ഗോ ഗോ ഗോ. ഓ നോ, കീക്കോ കൊക്കയ്ക്കകത്ത് വീഴാതെ ഞാൻ രക്ഷിച്ചേ പറ്റൂ. താങ്ക് യു സൂപ്പർ സ്പീഡോ. മെൻഷൻ നോട്ട് ബ്രോ, വി ആർ ഫ്രണ്ട്സ്. പക്ഷേ ആ അക്കഡ് ബക്കറ്റിനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഒരു പക്ഷേ സ്റ്റാച്യൂമായി എസ്കേപ്പായി കാണും. ഇതിപ്പോ വലിയ പ്രശ്നമായി തീർന്നല്ലോ. ഇത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും ആ സ്റ്റാച്യൂനെ കൊള്ളയടിച്ചു പോയിരിക്കുകയാണല്ലോ. മമ്മി, സംഭവിക്കേണ്ടത് സംഭവിച്ചു. പക്ഷേ ഞാനും കീക്കോയും അതെങ്ങനെയെങ്കിലും എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് തരും. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആ അക്കഡ് ബക്കറ്റിനെ നമ്മൾ ഇനി എവിടെ പോയി തേടും? പോരാത്തതിന് അവന്മാര് മാസ്കും അണിഞ്ഞിരുന്നു. അതുകൊണ്ട് അവരെ അടയാളം കണ്ടുപിടിക്കാനും പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ദൂരം വരെ അവരെ ഫോളോ ചെയ്ത് നോക്കിയതാ. പക്ഷേ അവർ സ്റ്റാച്യു എടുത്തു കൊണ്ടുപോകുന്ന കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെങ്ങോട്ടാ പോയത്? ദേ ആ സൈഡിലേക്കാ, നോർത്ത് ഡയറക്ഷനിലേക്കാ പോയത്. നോർത്ത് ഡയറക്ഷൻ. കം ഓൺ സൂപ്പർ സ്പീഡോ. ഞങ്ങൾ നിന്റെ ഒപ്പം വന്നേക്കാം. ഒരു മിനിറ്റ് സൂപ്പർ സ്പീഡോ, യു ടേൺ എടുക്ക്. നമുക്ക് ആ രണ്ട് ഗാർഡ്സിനെ ഫോളോ ചെയ്യാം. വേഗം. കീക്കോ, നീ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ ചോദിക്കണമെങ്കിൽ why? ആ രണ്ട് ഗാർഡ്സും നമ്മളെ നോർത്ത് ഡയറക്ഷനിലല്ലേ പോവാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തിനാണ് നമ്മൾ യു ടേൺ എടുത്ത് പോകുന്നത്? കാരണം സ്റ്റാച്യു അടിച്ചു മാറ്റുന്നത് വേറെ ആരുമല്ല, ആ രണ്ട് ഗാർഡ്സ് തന്നെയാണ്. എന്റെ ദൈവമേ, ഇത് അതിഭയങ്കരമായ സസ്പെൻസ് കഥ പോലെ ഉണ്ടല്ലോ. ഞാനൊരൽപ്പം കഴിക്കട്ടെ. ഈ കാര്യം നീ എങ്ങനെയാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കീക്കോ? ഞാൻ ആ മാസ്ക് ഇട്ട രണ്ട് കള്ളന്മാരുമായിട്ട് ഏറ്റുമുട്ടുമ്പോ അറിയാതെ ഒരാളുടെ ഷൂ അല്പം ഡാമേജ് ആയി പോയി. ഇപ്പൊ അവര് രണ്ടുപേരും നമ്മുടെ മുമ്പിൽ വന്ന് നിന്നില്ലേ, അതിൽ ഒരുത്തന്റെ ഷൂ അതേപോലെ ഡാമേജ് ആയിരുന്നു. അത് കൊള്ളാലോ. അപ്പൊ അതിന്റെ അർത്ഥം അവർ രണ്ടുപേരും മാസ്ക് ഇട്ട് മുഖം മറിച്ചിട്ട് കൊള്ളയടിച്ചിരിക്കുകയാണല്ലേ? അതാണ് കാര്യമെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ നീ എന്തായിരുന്നു അവരെ പിടികൂടഞ്ഞത്? അവര് നമ്മളെ നോർത്ത് ഡയറക്ഷനിലേക്ക് അയച്ചിട്ട് മിസ്ഗൈഡ് ചെയ്തതല്ലേ? കാരണമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരെ രണ്ടുപേരെയും വെച്ചോണ്ട് മറ്റാരോ ആണ് കൊള്ളയടിച്ചത്. അവർ തങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ആ ശില്പം അടിച്ചു മാറ്റി രക്ഷപ്പെട്ടിരുന്നേനെ. ഏതോ ഒരു മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയാ ഇവരിതൊക്കെ ചെയ്യുന്നേ. എന്നെ കളിപ്പിക്കാൻ നോക്ക. ആ ഒറിജിനൽ കള്ളനെ നമ്മൾ കണ്ടെത്തണം. അതുപോലെ നമ്മളിപ്പോ ഇവന്മാരെ ഫോളോ ചെയ്തേ പറ്റൂ. അതാണ് കാര്യമെങ്കിൽ ഫ്ലൈയിങ് സൂപ്പർ സ്പീഡ് ഓൾറെഡി. കണ്ണെത്തും ദൂരം വരെ ആരെയും കാണുന്നില്ലല്ലോ. സൂപ്പർ സ്പീഡോ, ഒരല്പം മേളിലോട്ട് നോക്ക്. ഓഹോ, അവര് നമ്മൾ താഴെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവര് മുകളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ചിട്ട് ഞങ്ങൾ പോകും. ഗോ ഗോ ഗോ. നല്ല രസമുണ്ടായിരുന്നു. ഈ മാസ്കിന്റെ സഹായത്തോട് നമ്മളെല്ലാവരെയും പറ്റിച്ചു. കീക്കോയും സൂപ്പർ സ്പീഡോയും കള്ളന്മാരെ നോർത്ത് ഡയറക്ഷനിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളോ ഇവിടെയാണുള്ളത്. ഈ സ്റ്റാച്യു കൊണ്ടുപോയി ജോണ്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് പണമുണ്ടാക്കാം. സൂപ്പർ സ്പീഡോ, ഇതിൽ കൂടുതൽ വിട്ടുവെച്ചാൽ അക്കഡ് ബക്കഡ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവും. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 214. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 214.
കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ നിങ്ങൾ വളരെ ശക്തിമാന്മാരാണ്. നമ്മൾ അറിയാതെ അവർ നമ്മളെ ഫോളോ ചെയ്ത് വന്നിരിക്കുക. നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാൻ ഞാൻ. കീക്കോ, നമ്മൾ അവരെ ഫോളോ ചെയ്യുന്ന കാര്യം അവർ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാ? കീക്കോ, അവന്റെ മിസൈൽ എന്റെ സിസ്റ്റത്തിന് ഡാമേജ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോ റിപ്പയർ ചെയ്യാൻ സമയമെടുക്കും. ശരി സൂപ്പർ സ്പീഡോ, നീ ഓട്ടോ റിപ്പയർ ചെയ്യേ. അതുവരെ ഞാൻ അവരെ ഡീൽ ചെയ്തോളാം. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ച് ഞങ്ങള് പോകും. ഗോ ഗോ ഗോ. ഇപ്പൊ ആ സ്റ്റാച്ചു സ്വന്തമാക്കണമെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ച് ഞങ്ങള് പോകും. ഗോ ഗോ ഗോ. ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ കേബിൾ കാർസും എന്റെ കൺട്രോളിലാ ഉള്ളത്. എനിക്ക് എന്റെ ഇഷ്ടം പോലെ അത് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചുവിടാൻ പറ്റും. എന്നാ പിടിച്ചോ, നീ എന്നോട് ചോദിച്ച പണത്തേക്കാൾ പല മടങ്ങ് അധികമായിട്ടാണ് തന്നിരിക്കുന്നത്. അതെന്തിനാ? കാരണം ഞാൻ ഈ സ്റ്റാച്ചു ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും കീക്കോയെ തടഞ്ഞു നിർത്തണം. ദേ അങ്ങോട്ട് നോക്ക്. ജോന്തി, നിങ്ങൾ പൊക്കോ. ഈ ചെക്കന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കീക്കോ, ഇവര് രണ്ടുപേരും നമ്മളെ ഒരു വഴിയാക്കി. പക്ഷേ ജോണ്ടി സ്റ്റാച്യുമായി എസ്കേപ്പ് ആയിരിക്കാണ്. നീ സമ്മതിച്ചാൽ ഞാൻ അവരെ ഫോളോ ചെയ്യട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ, ഒരുപക്ഷെ അവൻ നിന്റെ നേർക്ക് വീണ്ടും ഒരു മിസൈൽ ഷൂട്ട് ചെയ്താ നിനക്ക് മുറിവേൽക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു കേബിൾ കാറിൽ നമുക്ക് അവനെ ഫോളോ ചെയ്യാം.
കൊള്ളാം, നിങ്ങൾ എല്ലാവരും എന്നെ കേബിൾ കാറിൽ ഫോളോ ചെയ്ത് വരികയാണല്ലേ? എല്ലാ കേബിൾ കാറിനെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടോട്ടൽ ലോകത്തെയും ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും. ഇന്ന് ആ കാര്യം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കും. Super Speedo, activate formula number 8. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 8. ഷെടാ, എന്താ ഇതൊക്കെ? ജോൺട്ടി ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയി കളഞ്ഞല്ലോ. Super Speedo, please activate formula number 817. ഓഫ് കോഴ്സ് ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 817. വേറെ ഒരു വഴിയില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. മലപ്രദേശങ്ങളുള്ള സ്ഥലത്ത് കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അഭ്യാസങ്ങൾ കാണിച്ചു അല്ലേ? ഇപ്പൊ തലയും കുത്തി താഴെ കിടക്കുന്ന കണ്ടില്ലേ? എന്ന് വെച്ചാൽ സാർ, ചുരുക്കത്തിൽ പറഞ്ഞു വരുന്ന അർത്ഥം, നീ പോകേണ്ട സ്ഥലം ജയിൽ. അവിടെ വെച്ച് ഞങ്ങൾ നിന്റെ എല്ല് മൊത്തം എണ്ണിയെടുക്കും. ഈ സ്റ്റാച്ചുവിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക്. സാധാരണ ഫെന്റാസ്റ്റിക് അല്ല, സൂപ്പർ ഫെന്റാസ്റ്റിക്. പക്ഷേ കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ പോലെ ഫെന്റാസ്റ്റിക് ആയി വേറൊന്നുമില്ല.